നമസ്കാരം. രാത്രിയുടെ ഇരുട്ടിൽ പോലും ഇപ്പോൾ പശ്ചിമേഷ്യയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. മരുഭൂമി കാറ്റുകൾക്ക് പോലും യുദ്ധത്തിന്റെ ഗന്ധമാണ്. ഓരോ പ്രഭാതവും പുതിയ ഭീഷണികളോടെയും ഓരോ രാത്രിയും പുതിയ ആശങ്കകളോടെയുമാണ് കടന്നു പോകുന്നത്. എന്നാൽ ഈ രക്തച്ചൂടിനിലയിൽ ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത് മറ്റൊരു വാക്കിലേക്കാണ്: വെടിനിർത്തൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ ചർച്ചകൾ യുദ്ധത്തിന്റെ തീ അണയ്ക്കുമോ അതോ വെറും സമയം വാങ്ങാനുള്ള രാഷ്ട്രീയ നീക്കമാണോ ഇത് എന്ന ചോദ്യമാണ് ലോകത്തെ അലട്ടുന്നത്. മാസങ്ങളായി നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം അമേരിക്കയും ഇറാനും 60 ദിവസത്തെ വെടിനിർത്തൽ നീട്ടാനുള്ള ചർച്ചകളിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, സമുദ്ര ഗതാഗതം സാധാരണ നിലയിലാക്കുക, ആണവ വിഷയങ്ങളിൽ തുടർ ചർച്ചകൾ നടത്തുക തുടങ്ങിയ നിർണായക കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാമേശയിലെ പ്രധാന വിഷയങ്ങൾ. എന്നാൽ ഇതുവരെ അന്തിമ ധാരണയിലായിട്ടില്ല എന്നതും സാഹചര്യം ഇപ്പോഴും അതീവ സങ്കീർണമാണെന്നതും വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയെയും ലോകത്തെയും ആകെയും 3 മാസമായി മുൾമുനയിൽ നിർത്തുന്ന ഇറാനിലെ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇറാനുമായി ഏപ്രിൽ 8 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച യോഗത്തിൽ കരാർ പ്രഖ്യാപനമുണ്ടായില്ല. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലായിരുന്നു ഉപദേഷ്ടാക്കളുമായുള്ള ചർച്ച. US മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥയും ഇറാൻ അംഗീകരിച്ചാലേ അവരുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാർ ഉണ്ടാക്കൂ എന്ന് പിന്നീട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. ഇറാനുമായുള്ള യുദ്ധം പുനരാരംഭിക്കാൻ വേണ്ടതിലും കൂടുതൽ ആയുധ ശേഖരവും ശേഷിയും യുഎസിനുണ്ട് എന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് സിംഗപ്പൂരിൽ പറഞ്ഞു. ഇറാനും യുഎസും കരാറിൽ ധാരണയിലെത്തിയെന്നും ട്രംപ് ഒപ്പിട്ടാൽ മാത്രം മതിയെന്നുമാണ് അതുവരെ US വൃത്തങ്ങൾ പറഞ്ഞിരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കാൻ പോവുകയാണെന്ന് യോഗത്തിന് മുൻപ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് ഇനി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനുള്ള നടപടി ആരംഭിക്കാമെന്ന് പറഞ്ഞതോടെ പ്രതീക്ഷ ഉയർന്നു. ഉപരോധം പിൻവലിക്കുന്നതിനുള്ള പ്രതിഫലമായി ഇറാൻ ഒരിക്കലും ആണവായുധം നേടാൻ പാടില്ല എന്ന് ഉറപ്പു നൽകണമെന്ന നിബന്ധനയും മുന്നോട്ട് വെച്ചു. കൂടാതെ ഹോർമൂസ് കടലിടുക്ക് ടോൾ കൂടാതെ അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിന് തുറന്നു കൊടുക്കണമെന്നും സമുദ്രപാതയിൽ നിക്ഷേപിച്ച മൈനുകൾ നീക്കം ചെയ്യണമെന്നും ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടു. അതേസമയം ട്രംപിന്റെ പ്രസ്താവന നേരിന്റെയും നുണയുടെയും മിശ്രിതമാണ് എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. നിബന്ധനകളുടെ ഭാഷയോട് ഇറാൻ 47 വർഷം മുൻപ് തന്നെ ഗുഡ് ബൈ പറഞ്ഞതാണെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഖി പറഞ്ഞുവെച്ചു. ആശയവിനിമയം തുടരുന്നുണ്ടെന്നും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വിദേശത്തുള്ള ഇറാന്റെ $1200 കോടി മരവിപ്പിച്ച ആസ്തികൾ തിരിച്ചു നൽകുന്നതുവരെ അടുത്ത ഘട്ട ചർച്ചയിലേക്ക് ഇറാൻ നീങ്ങുന്നില്ല എന്ന് നേതാക്കളെ ഉദ്ധരിച്ച് ഫാർസ് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാനെതിരെ US പ്രയോഗിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഭാഗമായി $100 കോടി മൂല്യമുള്ള ഇറാനിയൻ ക്രിപ്റ്റോ കറൻസി പിടിച്ചെടുക്കാനായി എന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ സമാധാനത്തിന്റെ വഴി ഇപ്പോഴും മുള്ളുകളാൽ നിറഞ്ഞതാണ്. ഇറാന്റെ യുറേനിയം ശേഖരം, ഉപരോധങ്ങൾ, ഹോർമൂസിലെ നിയന്ത്രണം, സുരക്ഷാ ഉറപ്പുകൾ ഇവയിൽ ഒന്നിലും പൂർണ്ണ ധാരണയിലായിട്ടില്ല. അതേസമയം ചർച്ചകൾ പരാജയപ്പെട്ടാൽ വീണ്ടും സൈനിക നടപടിയിലേക്ക് മടങ്ങാൻ അമേരിക്ക തയ്യാറാണെന്ന മുന്നറിയിപ്പും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പശ്ചിമേഷ്യ ഒരു വിചിത്ര നിശബ്ദതയിലാണ്. യുദ്ധം അവസാനിച്ചിട്ടില്ല, സമാധാനവും പൂർണ്ണമായി എത്തിയിട്ടില്ല. രണ്ടിനുമിടയിലെ നേർത്ത പാലത്തിലൂടെയാണ് ലോകം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ വെടിനിർത്തൽ ചർച്ചകൾ വിജയിച്ചാൽ അത് വെറും ഒരു യുദ്ധത്തിന്റെ ഇടവേളയാകില്ല, ലോകം വീണ്ടും ശ്വാസമെടുക്കുന്ന ഒരു നിമിഷമാകും. പക്ഷെ ചർച്ചകൾ പൂർണ്ണമായി തകർന്നാൽ ഇപ്പോൾ നിശബ്ദമായി കിടക്കുന്ന കടലുകളും മരുഭൂമികളും വീണ്ടും തീയുടെ ഭാഷ സംസാരിക്കാൻ തുടങ്ങും. പശ്ചിമേഷ്യയുടെ ഭാവി ഇപ്പോൾ ആയുധങ്ങളിലല്ല, ചർച്ചാമേശയിലെ അടുത്ത വാക്കുകളിലാണ് എഴുതപ്പെടുന്നത്.